വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ആ ഒരു ടോപ്പിന്റെ ഒപ്പം വെയർ ചെയ്യുന്നത് സെമി വെലാസോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ കുറച്ച് ലെങ്ത് കൂടിയതുകൊണ്ട് ഞാനത് ബോട്ടം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പം സെമി വെലാസോന്റെ ബോട്ടം മാത്രം വീഡിയോ കാണണം എന്നുള്ളവർക്കാണെങ്കിൽ ആ ഒരു ബോട്ടത്തിന് മാത്രം വീഡിയോ ഇട്ടാൽ പോരെ. അപ്പം അതുകൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുത്തേണ്ട മെറ്റീരിയൽ ഈ ഒരു പോപ്ലിന്റെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ കാണാം. ഞാനിപ്പോൾ അതിൻ്റെ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 3 മെഷർമെൻ്റാണ് നമുക്ക് വേണ്ടത്. സീറ്റ്, ഫുൾ ലെങ്ത്ത്, വേസ്റ്റ് ലെങ്ത്ത്. അപ്പോൾ എൻ്റെ സീറ്റ് വരുന്നത് 36 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ച് തന്നെയാണ്. നമ്മൾ ബോട്ട് ഇടുന്നത് മുതൽ താഴെ നമ്മളുടെ അടിമുട്ടണ വരെയുള്ള ലെങ്ത്താണ് കേട്ടോ 36 ഇഞ്ചും. പിന്നെ ആ ഒരു വേസ്റ്റ് ഇടുന്നതിൻ്റെ റൗണ്ട് വന്നിട്ട് 34 ഇഞ്ചാണ്. ഇങ്ങനെ 3 അളവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിങ് വരുന്നത്, അതായത് ഈ ബോട്ടത്തിൻ്റെ ഒരു മാർക്കിങ് വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ. നമ്മുടെ ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട്, വേസ്റ്റിൻ്റെ റൗണ്ടും ക്രോച്ച് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ട് 4 മടക്കായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് 3 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക മുകളിൽ. പിന്നെ അതുപോലെ തന്നെ അടിയിൽ നമുക്ക് മടക്കിടിക്കാനുള്ള 2 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 36 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലി ഇത്രയും ലെങ്ത്ത് കൂട്ടുമ്പോൾ 41 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ബോട്ടത്തിൻ്റെ ലെങ്ത്തായിട്ട് വിത്ത് സീം അലവൻസ് അടക്കം 41 ഇഞ്ചാണ്. അപ്പോൾ എക്സ്ട്രാ ഒരു 5 ഇഞ്ച് നമ്മൾ ഒരു ലെങ്ത്ത് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ റൗണ്ട് കാണണം. അപ്പോൾ 34 ഇഞ്ചിനെ ഞാനൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 കിട്ടും. അതിൻ്റെ ഒപ്പം ഒരു 2.5 ഇഞ്ച് ലൂസും കൂടിയും ഞാൻ ഈ വേസ്റ്റിൻ്റെ പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു, അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 11 ഇഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിക്കിനുള്ള ലൂസ് അടക്കം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പല ക്രോച്ചായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കണത് സീറ്റ് ഡിവൈഡഡ് ബൈ 4 + 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ലൂസ് വരാൻ വേണ്ടിയിട്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്തത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് കിട്ടും. 9 ഇഞ്ചിൻ്റെ കൂടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 2 ഇഞ്ചാണ് ആ ഒരു എൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലയർ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇത് 11 മുതൽ 12 വരെ ചെയ്യാം കേട്ടോ. അധികം ഫ്ലയർ അല്ല. അപ്പോൾ നമുക്ക് ഫോൾഡിങ് മാറ്റി കഴിയുമ്പോൾ ഒരു 22 ഇഞ്ചൊക്കെ ഫ്ലയർ നമ്മുടെ ബോട്ടത്തിൻ്റെ അടിഭാഗത്ത് വരും കേട്ടോ. ഞാനിപ്പോൾ ബോട്ടം 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 3 ഇഞ്ച് നമ്മുടെ ഇലാസ്റ്റിക് മടക്കിയടിക്കാനുള്ള ഒരു 3 ഇഞ്ചിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബോട്ടത്തിൻ്റെ ആ ഒരു എൻഡ് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്വയറിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി വേസ്റ്റിൻ്റെ റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് 34 എൻ്റെ വേസ്റ്റിൻ്റെ ഫുൾ റൗണ്ട് വരുന്നത്. ടൈറ്റ് അളവ് പിടിച്ചാണതാണ് കേട്ടോ. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 ഇഞ്ച് കിട്ടും. അപ്പോൾ ആ ഒരു 8.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് ലൂസും കൂടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ക്രോച്ച് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. 12 ഇഞ്ചാണ്. അതായത് നമ്മുടെ സീറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്മോൾ സൈസ് ഉള്ളവർക്കൊക്കെ 2.5 ഇഞ്ച് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇച്ചിരി ലൂസ് വേണം എന്നുള്ളവർക്ക് മാത്രം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2.5 ഇഞ്ച് കൊണ്ട് നമ്മൾ ആ ഒരു സൈഡിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു എൽ ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ആം ഹോളൊക്കെ മാർക്ക് ചെയ്യണ കൂട്ട് തന്നെ ഒന്ന് കുഴിച്ചൊന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് ഇച്ചിരി ലൂസ് അധികം കിട്ടും കേട്ടോ. ശേഷം നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 11 ഇഞ്ച് നമ്മുടെ ഫ്ലയറും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്ത് നമ്മൾ നമ്മുടെ ആ ഒരു മടക്കിടിക്കാനുള്ള ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ അളവുകളൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. സൈഡിൽ സീം അലവൻസ് 2 ഇഞ്ച് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അഥവാ എന്തായാലും ടൈറ്റൊന്നും ആവില്ല, എന്നാലും നമ്മൾ സീം അലവൻസ് കുറച്ചൊന്ന് എക്സ്ട്രാ ഒന്ന് വിടണത് ബെറ്റർ ആയിരിക്കും. ശേഷം ഈ മാർക്കിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ക്രോച്ചിൻ്റെ ആ ഒരു റൗണ്ടിൻ്റെ അവിടെ ഞാൻ എക്സ്ട്രാ സീം അലവൻസ് ഒന്നും വിടണില്ല. ആ ഒരു മാർക്ക് ചെയ്ത ഷേപ്പോട് കൂടി തന്നെ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു 2 ക്രോച്ചിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ടല്ലോ, ഒരു സീക്കട്ട് പോലെ വരുന്നുണ്ടല്ലോ, ആ ഭാഗം 2 മെറ്റീരിയലിൻ്റെയും നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് 2 സൈഡും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ.
ക്രോച്ച് ലെങ്ത് രണ്ടും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അത് രണ്ടും ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ബോട്ടം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അടിഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ബോട്ടത്തിൻ്റെ അടിഭാഗം 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സീം അലവൻസ് വിട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ടിയിൽ നമ്മളൊന്ന് മടക്കിയടിച്ച് കൊടുക്കുക. ചിലർക്ക് ചിലപ്പോൾ അടിഭാഗം ഇച്ചിരി കൂടിയും കട്ടിയിൽ കിടക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു 3 ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ നമ്മൾ വിട്ടു കൊടുത്താൽ മതി കേട്ടോ. അടിഭാഗം നമ്മൾ മടക്കിയടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ക്രോച്ച് ലെങ്ത്തുകൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കാലുകളും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് ആ മാർക്ക് ചെയ്ത ആ വരയക്കൂടെ തന്നെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. 2 സ്റ്റിച്ച് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി മുകളിൽ നമ്മൾ ആ ഇലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ആ ഒരു തേരുണ്ടല്ലോ അതൊന്ന് ഫസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം എക്സ്ട്രാ നമ്മൾ 3 ഇഞ്ചിലാണ് മടക്കിയെടുക്കുന്നത്. അപ്പോൾ ആ 3 ഇഞ്ചോട് കൂടിയിട്ട് ഒപ്പത്തിൽ നമ്മൾ മടക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എൻഡ് ഭാഗം ആദ്യമേ തന്നെ ഒന്ന് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇടുക. അതിനുശേഷം നമ്മൾ ഇട്ടേന സീം അലവൻസ് എത്രയാണോ അത്രയും വിട്ടിൽ, അതായത് നമ്മളുടെ ഇലാസ്റ്റിക്കിൻ്റെ വിട്ട് അനുസരിച്ചാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്യണത്. മുകളിൽ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ സീം അലവൻസ്. അപ്പോൾ നമ്മൾ വിട്ടേണത് എത്രയാണോ 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സീം അലവൻസ് വിടണം. ഞാൻ 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വിട്ടിലുള്ളത് എടുത്തേണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് മടക്കി അടിച്ചെടുക്കുക. ആ മടക്കി അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് കയറ്റി വിടാനുള്ള ഒരു ഗ്യാപ്പ് വിടാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആ സെൻറ്റർ പോർഷനിൽ ഞാൻ ഇത്രയും പോർഷൻ ഞാൻ വിട്ടിട്ടുണ്ട്. ശേഷം ഞാൻ 34 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് അളവ് വരുന്നത്. 30 ഇഞ്ചിൽ ഞാൻ എൻ്റെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വിട്ടിലുള്ള ഇലാസ്റ്റിക്കാണ് കേട്ടോ. അതൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കടത്തി വിടുന്നുണ്ട്. ഇലാസ്റ്റിക് മൊത്തം ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം ആ ഒരു എൻഡ് ഭാഗം പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നല്ല രീതിയിൽ തന്നെ കെട്ടിട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. ഇലാസ്റ്റിക് വിട്ടുപോകാൻ പാടില്ല. അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ബോട്ടത്തിൻ്റെ ഇലാസ്റ്റിക് കടത്തി വിടാനുള്ളൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം നമ്മൾ ഇലാസ്റ്റിക് മൊത്തം ഒന്ന് വലിച്ചുള്ളിലോട്ടാക്കിയിട്ട് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം ഇലാസ്റ്റിക് വിട്ടുകൊടുത്ത് നമ്മൾ സെൻറ്ററായിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് എടുക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഇലാസ്റ്റിക് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെൻറ്റർ സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.